നമ്മുടെ ഈ ദോശമാവിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്താൽ ഒരു അടിപൊളി സ്നാക്സായി വൈകുന്നേരം ചായയ്ക്ക് കഴിക്കാൻ. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, ഒരു പച്ചമുളക്. അപ്പോൾ സവാള ഇതുപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില അത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തതാണ്, പിന്നെ ഒരു ചെറിയ പച്ചമുളക്. അപ്പോൾ ഇത്രയും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിൽ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറോ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ ഏതെങ്കിലും ഒന്ന് മതിയാകും. ഇത് ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത കട്ടി ദോശമാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദോശയ്ക്ക് വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്തതാണെങ്കിൽ നിങ്ങൾ 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ആവശ്യത്തിന് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ റവ ചേർത്തിട്ടുണ്ട്. റവ ചേർക്കുന്നത് നമ്മുടെ ഈ പലഹാരത്തിന് എണ്ണയൊന്നും അധികം പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ റവ ചേർക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ